4 വോട്ടിനും 2 സീറ്റിനും ഈ നാടിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കുന്നവരായി ഇന്ന് ഈ നാട്ടിൽ കോൺഗ്രസ് മാറുകയാണ്. ലീഗ് നേതാക്കന്മാർ പറഞ്ഞല്ലോ, പാലം കടക്കുവോളം ലീഗിനെ മതിയോ എന്ന് ലീഗിന് തന്നെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് എന്ന യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം. കല്യാശ്ശേരി MLA M. വിജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന് തൊട്ടു മുമ്പ് സംസാരിച്ച ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും MLA മാർ മുഖ്യമന്ത്രിയെ RSSുമായി കൂട്ടിക്കെട്ടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനുള്ള ഒന്നാന്തര മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ശാഖയ്ക്ക് കാവൽ നിന്നു പറഞ്ഞത് ആരാണെന്ന് പ്രതിപക്ഷം നോക്കി M. വിജിൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ താണു വണങ്ങി എന്ന് വിളക്ക് കത്തിച്ച ആരാണെന്നും വിജിൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, വയനാട്ടിലെ DC ട്രഷറുടെ മരണത്തെക്കുറിച്ചും ചോദിച്ച് പ്രതിപക്ഷത്തെ ഒരുപാട് അലോസരപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിക്കുന്ന M. വിജിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നവകേരളം എന്നത് വെറുമൊരു കാഴ്ചപ്പാട് മാത്രമല്ല, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മാറ്റം കൂടിയാണ്. അത് പിണറായി വിജയൻ ഗവൺമെൻറ് നവകേരള സൃഷ്ടി അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ആ പ്രവർത്തനങ്ങളുടെ വിശദീകരണം കൂടിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ 1 മണിക്കൂറും 57 മിനിറ്റും എടുത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചു. ഒരിക്കലും ഇവിടെ സാധ്യമാകില്ലെന്ന് കരുതിയതെല്ലാം ഈ കേരളത്തിൽ സാധ്യമാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് നവകേരളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ദേശീയപാത വികസനം, ഒരിക്കലും ദേശീയപാത വികസനം നടക്കാൻ പോകില്ലെന്ന് പറഞ്ഞ് ഓഫീസും പൂട്ടിപ്പോയ ദേശീയപാത വികസന അതോറിറ്റിയെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് വരികയാണ്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഇന്ന് 1ാമതാണ്. ടൂറിസം മേഖലയുടെ വളർച്ച, കേരളം മറ്റ് സംസ്ഥാനങ്ങളോടല്ല ലോകരാജ്യങ്ങളോടാണ് ഇന്ന് ടൂറിസം രംഗത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 നവംബർ 1 അതിദാരിദ്ര്യമില്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റുകയാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ഞാൻ ഓരോന്നും എണ്ണി പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ. കാരൂരിൻ്റെ കഥകൾ പൊതിച്ചോറ് നാം വായിച്ചിട്ടുണ്ട്. തൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന കുട്ടിയുടെ ഉച്ചഭക്ഷണ പൊതി കട്ടുതിന്ന അധ്യാപകൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കിയത് കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS ഗവൺമെൻറ് ആയിരുന്നു. വിദ്യാഭ്യാസ നയമായിരുന്നു. അധ്യാപകന് നടുനിവർത്തി നിന്ന് പഠിപ്പിക്കാനും പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പഠിക്കാനും സാഹചര്യം ഒരുക്കിയ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചക്കാരൻ പിണറായി വിജയൻ ഗവൺമെൻറ് ഇതാ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിൻ്റെ കേന്ദ്രമായി മാറ്റി. അതവിടെ അധ്യാപകന് സുരക്ഷിതത്വമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മനോഹരമായി പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായി. സംഘപരിവാർ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് NCERT പാഠപുസ്തകത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ കൊലപാതകവും അതോടൊപ്പം തന്നെ മുഗൾ ചരിത്രമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി പഠനം നടത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ നമ്മുടെ ഗവൺമെൻറ് സാധിച്ചു. കുട്ടികളുടെ എണ്ണം കൂടി, അധ്യാപകരുടെ എണ്ണം കൂടി, വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്തി. NAACന്റെ A++ ഗ്രേഡ് ഉൾപ്പെടെ കേരള യൂണിവേഴ്സിറ്റി കരസ്ഥമാക്കുന്ന സാഹചര്യമുണ്ടായി. ആരോഗ്യ മേഖലയിൽ നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായ 4 വർഷവും 1ാമതായി. ക്രമസമാധാന രംഗത്ത് കേരളം 1ാമത്. ശബരിമല തീർത്ഥാടന കാലം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിപക്ഷവും BJPയും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്? പരാതിരഹിത ഒരു തീർത്ഥാടന കാലം ഇതാ കേരളം സാക്ഷ്യം വഹിച്ചു എന്നത് ഈ ഗവൺമെൻറ് എത്ര മാതൃകാപരമായി ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചു പോകുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി നമുക്ക് കാണാൻ പറ്റുന്നു. K-ഫോൺ ഇന്റർനെറ്റ് സൗജന്യം ജനങ്ങളുടെ അവകാശമാക്കിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറ്റി. ഓരോ പഞ്ചായത്തിലും കളിസ്ഥലം. മെസ്സിയും അർജന്റീനയും വരികയാണ് ഈ കേരളത്തിലേക്ക്. കേരളത്തിൻ്റെ കായിക കുതിപ്പിന് സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു കരുത്തുറ്റ ഇടപെടൽ കൂടിയായി ഈ ഗവൺമെന്റിന്റെ കായിക രംഗത്തെ ഇടപെടലുകൾ മാറുകയാണ്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ പാടിയ ഒരു നാടകഗാനമുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല. മണ്ണിലിടം കൊടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്, EMS ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന്റെ പിന്തുടർച്ചക്കാരൻ സഖാ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോഴാണ്
5 ലക്ഷം സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത് പാവപ്പെട്ടവന് ലൈഫ് പദ്ധതിയിലൂടെ വീട് കൊടുത്ത ഗവൺമെന്റിന്റെ പേര് കൂടിയാണ് സർ ഈ ഗവൺമെന്റ്. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന ഗവൺമെന്റ്, 62 ലക്ഷം പുഞ്ചിരികൾ ഈ കേരളത്തിൽ സാക്ഷാത്കരിച്ച ഗവൺമെന്റിന്റെ പേരാണ് സർ ഈ ഗവൺമെന്റ്. അങ്ങനെ ഈ നാടിന്റെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി ഈ ഗവൺമെന്റ് ഇടപെടുമ്പോൾ ഈ ഗവൺമെന്റിനെ തകർക്കാൻ, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് ഇല്ലാതാക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയാണ്. ഇവിടെ നിയമസഭ ഇന്നത്തെ പ്രസംഗത്തിൽ പരിണിതപ്രജ്ഞനായ ശ്രീ തിരുവഞ്ചൂർ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ചരിത്രം അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ മത്സരിച്ചതിനെ കുറിച്ച് 77 മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ചരിത്ര യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് പരിണിതപ്രജ്ഞനായ തിരുവഞ്ചൂർ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയത്. 1977 കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കറിയാം ജനതാ പാർട്ടി എങ്ങനെയാ ജനതാ പാർട്ടി ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ രൂപീകരിച്ചത്. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ അതിനെതിരായിട്ടുള്ളൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് 77 ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിട്ടുണ്ട് സർ, ചരിത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ജനസംഘം പിരിച്ചുവിട്ട് RSSുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് അന്ന് ജനതാ പാർട്ടിയിൽ ലയിച്ചത്. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് വളച്ചൊടിച്ചങ്ങ് പറയുകയാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യം അങ്ങ് പറയണം. 1977 ഉദുമയിൽ KG മാരാർ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ആൾ ഇന്ന് KPCCയുടെ പ്രസിഡന്റാണ്, ശ്രീ K സുധാകരനാണ്. അങ്ങത് മറന്നുപോയി സർ. പട്ടാമ്പിയിൽ 1960 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന് EMSനെ പരാജയപ്പെടുത്താൻ ദീൻദയാൽ ഉപാധ്യായ കോൺഗ്രസിന്റെ പ്രചരണത്തിനിറങ്ങി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു സർ. 60 തെരഞ്ഞെടുപ്പിൽ EMS പട്ടാമ്പിയിൽ നിന്ന് 7322 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഈ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരമായി നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സർ. എന്താ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? 1930 വടകര സമ്മേളനത്തിന്റെ ചരിത്രം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം. ഐത്തോത്തിനെതിരായ ശക്തമായ പോരാട്ടം നടത്താൻ പ്രഖ്യാപിച്ച ആ സമ്മേളനത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം അതിന്റെ തുടർച്ചയാണ്. AKGയും കൃഷ്ണപിള്ളയും കേളപ്പനും നടത്തിയ ഐതിഹാസികമായ പോരാട്ടം. ഇന്ന് കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ? ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് കേരളത്തെ പിന്നോട്ട് നയിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വോട്ടിനും 2 സീറ്റിനും ഈ നാടിന്റെ മതനിരപേക്ഷത ഒറ്റുകൊടുക്കുന്നവരായി ഇന്ന് ഈ നാട്ടിൽ കോൺഗ്രസ് മാറുകയാണ്. അത് ലീഗ് കൂടി മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അംഗം ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോയതിനെ കുറിച്ച് പ്രയാസപൂർവ്വം പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ എത്ര മുഖ്യമന്ത്രിമാർ സർ BJPയിലേക്ക് പോയി? എന്തേ അങ്ങേ അതിന്റെ കണക്കിനെ കുറിച്ച് പറയാത്തത്? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്താ ലീഗിന്റെ നിലപാട്? SDPI കുറിച്ച് ലീഗിന്റെ നിലപാട് എന്താ? അങ്ങ് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ സീറ്റല്ല, നിങ്ങളുടെ സീറ്റ് തന്നെ. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPI ആണ് സാർ നിങ്ങളുടെ വിജയം. നിങ്ങളുടെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ അവരുടെ കൊടി പാറിച്ച് ആദ്യം ആഘോഷിച്ചത്, ആദ്യം മുദ്രം വിതരണം ചെയ്തത് SDPI ആണ്. ലഘുലേഖ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി വീടുകൾ കയറിയത്. എന്താ ലീഗിന്റെ നിലപാട്? ലീഗ് കോൺഗ്രസിനെ ന്യായീകരിക്കേണ്ടതില്ല. നോക്ക്, ആ വയനാട് തെരഞ്ഞെടുപ്പ് നടന്നു, പ്രിയങ്ക ഗാന്ധി വിജയിച്ചപ്പോഴോ അതുവരെ പച്ചക്കൊടിക്ക് അനുമതിയില്ലാതിരുന്നിട്ടുള്ളൂ. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോ ലീഗിന് തന്നെ അനുമതിയില്ല. സ്വീകരണ പരിപാടിയിൽ ലീഗിനെ പങ്കെടുപ്പിച്ചില്ല. ലീഗ് നേതാക്കന്മാർ പറഞ്ഞല്ലോ, പാലം കടക്കുവോളം ലീഗിനെ മതിയോ എന്ന് ലീഗിന് തന്നെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് എന്ന യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം. RSSനോട് ചേർന്നുകൊണ്ട് സമീപനം. ഇതാ കാവൽ നിന്നത് ആരാ? KPCCയുടെ പ്രസിഡന്റാണ്. RSSന്റെ ശാഖയ്ക്ക് യാഥാർത്ഥ്യം ലീഗ് മറന്നു പോകരുത്. ആരാണ് ഗോൾവാക്കറുടെ പടത്തിന് മുന്നിൽ മുട്ടുകുണിച്ച് നിന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് ഫോട്ടോയ്ക്ക് മാല ചാർത്തി ദീപം കൊളുത്തിയത്? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇതാണ് കോൺഗ്രസിന്റെ സമീപനം എന്നത് നാം മനസ്സിലാക്കണം. പിന്നെ ചേലക്കരയെ കുറിച്ച് പറയുന്നു സർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 5000 വോട്ടിനാണ് ചേലക്കരയിൽ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടായത്. അത് 14,000 ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞത്? ചേലക്കരയും പിടിക്കും. പക്ഷേ ഇടത് കോട്ട ഇതാ ഏറ്റവും ശക്തമായി ചേലക്കര, ആ നാട് ഇടതുപക്ഷത്തോട് ചേർന്ന യാഥാർത്ഥ്യത്തിൽ കൂടിയാണ് സാർ കണ്ടുപോകേണ്ടത്. ഒറ്റ കാര്യമേ കോൺഗ്രസിനോട് പ്രതിപക്ഷത്തോടും പറയാനുള്ളൂ. 4 വോട്ടിന് 2 സീറ്റിന് ഈ നാടിന്റെ മതനിരപേക്ഷതയെ നിങ്ങൾ തള്ളിപ്പറയരുത്, തകർക്കരുത്. നിങ്ങൾ ഏറ്റവും
അപകടകരമായ മൗനം പാലിക്കരുത്. നിങ്ങൾ വർഗീയതയോട് കൂട്ടുചേർന്ന് നിൽക്കരുത്. SDPI, RSSനെ, ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിന്റെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഈ നാടിന്റെ മതനിരപേക്ഷതയെ തകർക്കുകയും ഈ നാടിനെ 100 വർഷം പിറകോട്ട് നയിക്കുകയും ചെയ്യുന്നതിനാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കാണണം. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സംഘപരിവാർ ഉൾപ്പെടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മഹാസമാധികളുടെ നാടായി മാറുന്നു. എന്തേ കോൺഗ്രസിന് അക്ഷരമില്ലാത്തത്? എന്തേ ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകാത്തത്? അതിനെതിരായി പോരടിക്കാത്തത്? നിങ്ങളുടെ നയങ്ങൾ നിങ്ങളുടെ തന്നെ തകർച്ചയിലേക്ക് നയിക്കും എന്ന യാഥാർത്ഥ്യത്തെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞ്, പ്രതിപക്ഷം തിരിച്ചറിഞ്ഞ് ഇടപെടുക, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുക. എന്തേ ഈ കേരളത്തിന്റെ സംഘപരിവാറിന്റെയും SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം നടപ്പിലാക്കാത്തത്? ഒരു മതനിരപേക്ഷതയെ തകർക്കും നിലപാടുകൾക്കെതിരായും ഞങ്ങൾ നിൽക്കില്ല. മതനിരപേക്ഷതയുടെ കാവലാളായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുണ്ട്, പിണറായി സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒരു സംഘപരിവാറിനും, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കും, ഒരു SDPIക്കും അവരുടെ ആശയം ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വോട്ടല്ല ഞങ്ങളുടെ പ്രശ്നം, സീറ്റല്ല ഞങ്ങളുടെ പ്രശ്നം, നമ്മുടെ നിലപാടാണ്, മതനിരപേക്ഷതയാണ്. അത് ശക്തമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സാമ്പത്തികമായ കടുത്ത ഉപരോധം കേന്ദ്രം തീർക്കുമ്പോഴും നിങ്ങൾ കേന്ദ്രത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷേ നവകേരളം ഈ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് സൃഷ്ടിക്കുക തന്നെ ചെയ്യും. മോഡിയുടെ തിട്ടൂരത്തിന് മുന്നിൽ ഈ ഗവൺമെന്റ് മുട്ടുമടക്കില്ല. ശക്തമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നവകേരളത്തിലേക്ക് ഈ നാടിനെ നയിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടി സൂചിപ്പിച്ച ഈ പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ